സാധ്യ വിഷയത്തിലേക്ക് PV അൻവർ ഇന്നലെ UDF ക്യാമ്പിൽ കൊളുത്തുവിട്ട കലാപത്തിന്റെ തീയും പുകയുമായിരുന്നു ഇന്നത്തെ പകലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ. അൻവർ ഉയർത്തിയ സമ്മർദ്ദത്തെ തരിമ്പും വകവയ്ക്കാതെ, പറഞ്ഞതൊന്നും പരിഗണിക്കാതെ, ചോദിച്ചതൊന്നും കൊടുക്കാതെ ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ മുറിപ്പെട്ട അൻവറിന്റെ ഈഗോയുടെ രോഷമായിരുന്നു കണ്ടത്. നിലമ്പൂരിൽ തരിമ്പും വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്തെന്ന് അൻവർ ആഞ്ഞടിച്ചു. വേണ്ടി വന്നാൽ നേരിട്ട് കളത്തിലിറങ്ങിയേക്കുമെന്ന് വരെ സൂചന നൽകി. താൻ തൻ്റെ രാജിവെച്ചൊഴിഞ്ഞ സീറ്റിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയാൽ എന്തു പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമെന്നൊന്നും അൻവർ അപ്പോൾ ചിന്തിച്ചു കാണില്ല. ഈ അവസ്ഥയിൽ ഇടതിനോടും വലതിനോടും മത്സരിച്ചാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് പിന്നീട് ചിന്തിച്ചു കാണും. ഇരുട്ടി വെളുത്തപ്പോൾ അൻവർ തണുത്തു. ഭാഷയ്ക്ക് മയം വന്നു. വരട്ടെ നോക്കാം എന്നൊക്കെയായി മട്ട്. വഞ്ചി താൻ വിചാരിക്കുന്നിടത്തേക്ക് തന്നെ വരുന്നുണ്ടെന്ന് അൻവറിന് അപ്പോഴേ തോന്നി തുടങ്ങിയിരുന്നു. അല്പം മുമ്പ് ഇന്നലത്തെ നിലപാടിൽ നിന്ന് അൻവർ സമ്പൂർണ്ണമായും മലക്കം മറിഞ്ഞു. നിലവിൽ താൻ ആര്യാടൻ ഷൗക്കത്തിനെതിരാണെങ്കിലും UDFന്റെ ഭാഗമായാൽ അഭിപ്രായത്തിന് മാറ്റം വരും എന്ന് തന്നെ അൻവർ ഒടുവിൽ പറഞ്ഞു വെച്ചു. ആദ്യം മിനിറ്റുകൾക്ക് മുൻപ് അൻവർ നടത്തിയ ആ പ്രതികരണം കാണാം. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എപ്പോഴും ഐ ആം ഓൾവേസ് എന്താ പറയുക, ഹോപ്പ്ഫുള്ളാണ്, പ്രതീക്ഷയിലാണ് അൻവർ. UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക് എന്ന് ന്യൂസ് മലയാളം നിലമ്പൂർ ഇലക്ഷൻ ബ്യൂറോ ഇന്ന് ഉച്ചയ്ക്ക് 2:30 തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്ന് അൻവറിനോട് മുസ്ലിം ലീഗ് സമ്മതിച്ചതായിരുന്നു ഒത്തുതീർപ്പ് ഫോർമുല. അൻവറിന്റെ തൃണമൂലിലെ UDF ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് ധാരണ. ആ ഉറപ്പ് കിട്ടിയാൽ കലാപം നിർത്താമെന്നായിരുന്നു അൻവർ UDFന് പകരം നൽകിയ ഉറപ്പ്. വിശദവിവരങ്ങളുമായി അൻവർ UDFിലേക്ക് തന്നെ എന്ന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ പ്രസാദ് ഇക്കാര്യത്തിലും വളരെ നേരത്തെ തന്നെ ഈ വാർത്ത, ഈ സൂചന നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ അൻവറിൻ്റെ പ്രതികരണം കാണുമ്പോൾ ഏതാണ്ട് ആ സാധ്യതയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കാനും കഴിയുന്നു. എന്തെല്ലാമാണ് ഇന്ന് പകൽ സംഭവിച്ചത്? ഹർഷൻ, സനീഷ്, ഇതിൽ ഏറ്റവും നിർണായകമായത് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ തന്നെയാണ്. പക്ഷേ അതിനടുത്തൊരു തുടക്കം ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് അൻവർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനമോ പ്രതികരണമോ ഒന്നും തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. അതൊരു സമ്മർദ്ദതന്ത്രമായി മാത്രമേ കോൺഗ്രസ് കരുതിയിരുന്നുള്ളൂ. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ നടത്തിയിട്ടുള്ള പ്രതികരണം കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അതൃപ്തിക്ക് കാരണമായി. ഉടൻ തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് മുസ്ലിം ലീഗ് ഇടപെടുകയും അങ്ങനെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ അൻവറുമായി ആശയവിനിമയം നടത്തുന്നു. അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാം. അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDFന്റെ ഘടകകക്ഷിയാകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു സീറ്റ്, ഒരു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. അതിൽ വിജയസാധ്യതയുള്ള സീറ്റ് നൽകുന്നതിൽ മുസ്ലിം ലീഗ് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ അനുകൂല നിലപാട് സ്വീകരിച്ചു. അത് തിരുവമ്പാടി സീറ്റ് നൽകുക എന്നുള്ള കാര്യത്തിലാണ് മുസ്ലിം ലീഗ് അനുകൂല നിലപാട് സ്വീകരിച്ചത്. അക്കാര്യം അൻവറിനെ അറിയിച്ചു. ഇതോടുകൂടി തന്നെ അൻവർ ഏറെക്കുറെ മയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊന്ന്, UDFന്റെ ഘടകകക്ഷിയാകുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നുള്ള ഒരു പ്രഖ്യാപനം UDF നടത്തിയിരുന്നു. പക്ഷേ അത് പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും അതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് വന്നില്ല. വാഗ്ദാനം മാത്രമാണ് വന്നിരുന്നത്, പക്ഷേ തീരുമാനത്തിലേക്ക് വന്നില്ല. അത് വൈകുന്നതിൻ്റെ അതൃപ്തിയാണ് അൻവർ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് 2 ദിവസത്തിനകം തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളത് പറയുന്നു. അങ്ങനെ കോൺഗ്രസ് പിന്നീട് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളുമായി ഈ ഒരു കാര്യം അൻവറുമായി നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. ഉടൻ തന്നെ KPCC നേതൃത്വം, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അവരുടെ ഘടകകക്ഷിയായ CMPയുടെ സംസ്ഥാന നേതാവായ വിജയ് കൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറിനെ പോയി കാണുകയും ഈ ആശയവിനിമയം നടത്തുകയും ചെയ്തു. അവിടെ ഒരു
ഒരു തർക്കമായി നിന്നത് ആദ്യം നിലപാട് വ്യക്തമാക്കേണ്ടത് ആര് എന്നുള്ളതായിരുന്നു. അതാണ് നമ്മൾ വൈകുന്നേരം വി ഡി സതീശൻ്റെ പ്രതികരണം കണ്ടപ്പോൾ ആ പ്രതികരണം കാണുന്ന ആർക്കും ഒരു ആശയക്കുഴപ്പം തോന്നും. കാരണം മയപ്പെട്ടു എന്ന് പറയുന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ കുറച്ചും കൂടി കടുപ്പിച്ചാണോ പറയുന്നത് എന്നുള്ളതായിരുന്നു. ആ തർക്കത്തിൻ്റെ കാരണം ഇതാണ്. ഒന്ന്, യു ഡി എഫിലേക്ക് താൻ വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ യു ഡി എഫിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രസ്താവന ആദ്യം നൽകേണ്ടത് പി വി അൻവറാണ്. അൻവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ ചെയ്യും. അത് മണിക്കൂറുകൾക്കകം തന്നെ, 2 ദിവസത്തിനകം തന്നെ അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്നാൽ അൻവറിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആ പ്രതികരണം കേട്ടതാണ്, അങ്ങനെ വരുമ്പോൾ താൻ യു ഡി എഫിൻ്റെ അഭിപ്രായമായി എല്ലാം പറയും. കഴിഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ്, ഇന്നലെ നടത്തിയ പ്രതികരണം, അതുൾപ്പെടെ മാറ്റം വരും. യു ഡി എഫിൻ്റെ നിലപാട് എന്താണോ അതായിരിക്കും പിന്നീട് അൻവറിൻ്റെ നിലപാട്. ഈ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. എന്തായാലും അതിനുശേഷം ഈ വി ഡി സതീശൻ നടത്തിയ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസിലെ ചില നേതാക്കൾ അദ്ദേഹത്തെ വിളിക്കുകയും പറഞ്ഞപ്പോൾ താൻ ഒന്നും ഇപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണത്തോട് ഒന്നും തന്നെ കടുപ്പിച്ച് പറയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അൻവറിൻ്റെ പ്രതികരണം നമുക്കാർക്കും തന്നെ പ്രവചിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ്. കാരണം ഏത് തരത്തിലാണ്, എപ്പോഴാണ് ട്വിസ്റ്റ് ചെയ്യുക എന്നതുപോലും വളരെ വ്യക്തമല്ല. പക്ഷേ അൻവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണവും നടത്തിയില്ല. ഇന്നലെ പ്രസാദ്, ഇതിനകത്ത് ഒരു കാര്യം കൂടി, ഈ ലീഗ് ആണല്ലോ നിർണായകമായ ഈ ഇടപെടൽ നടത്തിയത്. കഴിഞ്ഞ കുറേ കാലമായി ലീഗ് പരാജയപ്പെടുന്ന സീറ്റ് തന്നെയാണ് തിരുവമ്പാടി. മുമ്പ് ലീഗിൻ്റെ ഒരു സ്ഥിരം സീറ്റായിരുന്നു. അപ്പോൾ ഈ സീറ്റ് കൈമാറാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ലീഗ് മറ്റെന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായും ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുമല്ലോ ഒരു വർഷത്തിനപ്പുറം. തീർച്ചയായും ഇത് നേരത്തെ തന്നെ ഹർഷൻ, ഇതിനകത്ത് ലീഗിന് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകിക്കൊണ്ട് പകരം കൊയിലാണ്ടി സീറ്റ് ആവശ്യപ്പെടുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ അവർക്ക് നിലവിൽ യാതൊരു തര പ്രശ്നങ്ങളുമില്ല. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. നേതൃത്വം അതിന് സമ്മതമാണ്. പക്ഷേ പുതിയൊരു ഘടകകക്ഷി വരുമ്പോൾ അവർക്കൊരു സീറ്റ് നൽകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് സീറ്റ്, കോൺഗ്രസിനൊരു നഷ്ടം വരാതെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വലിയ താല്പര്യമില്ലാത്ത ഒരു സീറ്റ് നൽകുന്നതിൽ വലിയ എതിർപ്പില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് തിരുവമ്പാടി സീറ്റിലേക്ക് ഇത് വരുന്നത്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പില്ല എന്നൊരു നിലപാട് മുസ്ലിം ലീഗ് തന്നെ വ്യക്തമാക്കുന്നു. അതോടുകൂടി തന്നെ അൻവർ നിലപാട്, അതായത് കർക്കശമായ ഒരു നിലപാട് നിന്ന് പിന്നോട്ട് പോവുകയാണ്. പിന്നീടാണ് പ്രശ്നപരിഹാരത്തിനെല്ലാം തന്നെ വഴി തെളിയുന്നത്. ഇനിയുള്ളത് ഘടകകക്ഷിയാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഈ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്നുള്ള ഒരു പ്രയോഗമാണ്, ഒരു സാങ്കേതിക പദമാണ്, അല്ലെങ്കിൽ സാങ്കേതികത്വമാണ് അതിനകത്ത് നിലനിൽക്കുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും യു ഡി എഫ് ഘടകകക്ഷിക്ക് കിട്ടുന്ന സീറ്റ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് സീറ്റ് ലഭ്യമാകുക, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സീറ്റ് ലഭ്യമാകുക, അത്തരം കാര്യങ്ങൾ അതിനകത്ത് ഭാഗമായി മാറുക, അതിൽ യു ഡി എഫിന്റെ പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് അൻവറിന് ഉറപ്പു തരുന്ന തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് ഫലപ്രാപ്തിയിലേക്ക് പോവുകയാണ് എന്നുള്ളത്. റൈറ്റ് പ്രസാദ്, ഇത് വിശദമായി തന്നെ ഈ കാര്യം ഇന്ന് 2:30 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായും, അതായത് അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് സമ്പൂർണ്ണമായി നമുക്ക് മുന്നിൽ കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ ചിത്രം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഡാറ്റാ ഷീറ്റിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. സനീഷ്, ഇതിനകത്തൊരു കൗതുകരമായ കാര്യം, ഈ കെ കരുണാകരനും എ കെ ആന്റണിയും തമ്മിൽ വഴക്ക് പിടിക്കുമ്പോഴും ട്രബിൾ ഷൂട്ടറായി എത്തുക കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ഇത്തവണയും ട്രബിൾ ഷൂട്ടറായി ഈ ഘട്ടത്തിലും നിൽക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഒരു ഫോർമുല ഇവിടെ സാധ്യമാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളത് എന്താ തോന്നുന്നത്? ഇപ്പോൾ നമ്മുടെ അപ്പറിൽ നേരത്തെ കണ്ടത് അൻവറിൻ്റെ കലാപം ഫലപ്രാപ്തിയിലേക്ക് എന്നാണ്. സംഗതി ശരിയാണ്, വസ്തുതാപരമാണത്. ഒടുവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തി. പക്ഷേ അതിന് പിന്നിൽ നമ്മുടെ നന്ദന സിനിമയിലെ ജഗതിയുടെ കുമ്പിടിയില്ലേ, ഇങ്ങനെ ദീർഘനിശ്വാസം പെടുന്ന ഓടി വന്നിട്ട് അതുപോലെ ഒരു വിധത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു, ഫലപ്രാപ്തിയിലെത്തി എന്ന നിലയിലാണ് ഇപ്പോൾ സത്യത്തിൽ അൻവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം എത്തിയിരിക്കുന്ന ഫലപ്രാപ്തി എന്ന് വെച്ചാൽ അദ്ദേഹം ഒട്ടും ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമായിട്ട് ചെന്ന് വീണ ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഇതെല്ലാം കണ്ടപ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം പ്രസാദ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നി, ഇന്നലെ ഞാൻ പറഞ്ഞാണ്, അതായത് വി ഡി സതീശൻ്റെ നിലപാട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ച ഈ കാര്യത്തിൽ. അതായത് പി വി അൻവർ വലിയ ആളാണ്, ഒറ്റയാനാണ്, കൊമ്പനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ മുന്നണിക്കും പാർട്ടിക്കും വഴങ്ങിയിട്ടൊക്കെ ഞങ്ങളുടെ തീരുമാനത്തിനും പരിപാടിക്കും അനുസരിച്ച് വന്നാൽ മതി എന്ന നിലപാട് വളരെ കൺസിസ്റ്റൻ്റായിട്ട് വി ഡി സതീശൻ സ്വീകരിച്ചു. ഇപ്പോൾ പ്രസാദ് പറഞ്ഞല്ലോ, വി ഡി സതീശൻ വന്നിട്ട് ഈ സംഭവങ്ങൾ സമവായത്തിൽ എത്തിയെന്നതിന് ശേഷവും വി ഡി സതീശൻ കുറച്ച് റഫായിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഒരു അമ്പരപ്പ് ശരിയായില്ലേ എന്നൊരു തോന്നൽ നമുക്കെല്ലാം, കാണുന്ന ആൾക്കെല്ലാം ഉണ്ടായി. അതായത് ഇനി കാര്യങ്ങളെല്ലാം സമവായത്തിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ പോലും അൻവറിന് വഴങ്ങിയിട്ടല്ല, ഞങ്ങളുടെ ടേംസിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് വരണം എന്ന വി ഡി സതീശൻ്റെ ഭാഗത്ത് നല്ല അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാട് ഞാൻ വി ഡി സതീശൻ്റെ ഭാഗത്ത് കാണുന്നു. അത് ആ നിലക്ക് ഈ ടോട്ടൽ എപ്പിസോഡിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയണം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ പി വി അൻവറിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതല്ലോ ഹർഷ. അതായത് ഇതോടുകൂടി എന്താ സംഭവിച്ചിരിക്കുന്നത്? തിരുവമ്പാടി സീറ്റ് കിട്ടി അദ്ദേഹം ഫലപ്രാപ്തിയിലെത്തി, അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ഈ ആര്യാടൻ ഷൗക്കത്ത് അതിനിർണായകമായിട്ടുള്ള എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അത് ഇദ്ദേഹം തന്നെ രാജിവെച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. വലിയ രാഷ്ട്രീയമായിട്ടുള്ള കുത്തൊഴുക്ക് എന്ന് പറയാവുന്ന കുറേയേറെ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDFും അവിടെ വിജയസാധ്യത ഏറെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന UDF അവരുടെ സ്ഥാനാർത്ഥിയെ വെച്ചിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെപ്പറ്റി എത്രമാത്രം വലിയ മോശം വർത്തമാനമാണ് ഇദ്ദേഹം ഇന്നലെ പ്രഖ്യാപനം ഉണ്ടായ ഉടനെ പറഞ്ഞത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞ പേരിന് പിന്നാലെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ പറയാണ് അത് ഞാൻ പാർട്ടി മാറിയാൽ ആ നിലപാട് മാറാമല്ലോ എന്ന്. ഇതിൽ VD സതീശനും പിണറായി വിജയനും പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരുടെ സ്റ്റാൻഡിൽ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ PV അൻവർ വന്നിട്ട് എല്ലാ ദിവസവും 2.5 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ഈ നേതാവ് ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്കിട്ട് ഈ നേതാവ് എത്രമാത്രം ബാലിശമായിട്ടാണ് കാര്യങ്ങളെ പറയുന്നത്. ഞാൻ ഇന്നിപ്പോൾ ആ പാർട്ടിയോട് കൂടിയല്ല, അതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. നാളെ ഞാൻ അഭിപ്രായം മാറ്റിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പരിഹാസ്യമായിട്ടുള്ള നിലയല്ലാതെ മറ്റെന്താണ്? ഞാൻ പറയുന്നത് അവിടെ UDF ജയിക്കാനാണ് സാധ്യത എന്ന് പല തരത്തിലുള്ള പ്രതീക്ഷ UDFനുണ്ട്. കാരണം അവിടെ ഒരു 14 തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 4 തെരഞ്ഞെടുപ്പിൽ മാത്രമേ LDF ജയിച്ചിട്ടുള്ളൂ. UDFിൻ്റെ മണ്ഡലം എന്ന് തന്നെ അവർ കണക്കാക്കുന്ന സ്ഥലമാണിത്. എന്താണ് തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ വിജയസാധ്യത അവർക്ക് നന്നായിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഫിക്സ് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇതിൽ UDFനും LDFനും സന്തോഷകരമായ സാഹചര്യം PV അൻവറിനെ നിങ്ങൾ സ്വന്തം നിലക്ക് ഈ 2 വലിയ പാർട്ടിയെയും മുന്നണിയേക്കാൾ വലിയ സംഭവമല്ല എന്ന് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ടോട്ടൽ എപ്പിസോഡ് അല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം, പക്ഷേ ഇത് രാഷ്ട്രീയമല്ലേ സരീഷ്. അതുകൊണ്ട് ദീർഘമായ ഒരു പദ്ധതി ഒരുപക്ഷെ PV അൻവറിനും ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഈ കണ്ണ് തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് കൂടി ഉണ്ടായിരിക്കണം. പക്ഷെ അത് ആദ്യഘട്ടത്തിൽ പറയില്ല. അത് പറയാതെ ഈ പ്രശ്നത്തെ പരമാവധി വഷളാക്കുക എന്നത് തന്നെയാണ് അത് സാധ്യമാക്കിയെടുക്കാൻ ഏറ്റവും മികച്ച മാർഗം എന്നുള്ള ഒരു തോന്നൽ സ്വാഭാവികമായും ഉണ്ടായിരിക്കാം അൻവറിന്. അൻവർ ഈ നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറയുന്നതിനേക്കാൾ കടുപ്പത്തിൽ ഒപ്പം തന്നെ ഇടതുമുന്നണിക്കെതിരെ പിണറായി വിജയനെതിരെ പറയുന്നു, മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നു. അങ്ങനെ അതായത് ഒരു സംശയമില്ലാത്ത വണ്ണം ഇപ്പുറത്ത് കിട്ടിയാൽ തരക്കേടില്ലാത്ത ആവനാഴിയിലെ മികച്ച ആയുധം എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയാനും അൻവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു കാര്യം, ലീഗിന് ഇതിപ്പം തരക്കേടില്ലാത്ത ഒരു ഫോർമുലയാണ് UDFിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ലീഗ് ഈ ഫോർമുലയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് അല്ല ലക്ഷ്യം, 2026 മനസ്സിലുള്ളത്. പരമാവധി സീറ്റുകൾ പിടിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഈ 2 സീറ്റുകളും ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇപ്പോൾ തിരുവമ്പാടി സീറ്റ് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. ഇപ്പുറത്ത് നോക്കിയാൽ നിലമ്പൂർ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് തന്നെ ആയിരുന്നല്ലോ കഴിഞ്ഞ കുറേ കാലമായി. അൻവർ രാജിവെച്ചെങ്കിലും അത് ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്. അപ്പോൾ ഈ സീറ്റുകൾ പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് 2026 വലിയ മുതൽക്കൂട്ടാണ്. അപ്പോൾ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ വരിക, അവിടെ ഒരു ഇളക്കമുണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അൻവർ ഒപ്പം വന്നിരിക്കുന്നു, ശക്തമായ പ്രചാരണത്തിലേക്ക് ഇനി അൻവർ വന്നിരിക്കുന്നു എന്നല്ല, 2 ദിവസത്തിനകം വരുമായിരിക്കും. നമ്മളുടെ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ കഴിയുക. 2 ദിവസത്തിനുള്ളിൽ വന്നാൽ ശക്തമായ പ്രചാരണത്തിലേക്ക് UDFന് അവിടെ പോകാൻ കഴിയും. ഈ അൻവറിൻ്റെ കുന്തമുന പിന്നെ സമ്പൂർണ്ണമായിട്ടും ഇടതുമുന്നണിക്കെതിരെ ആയിരിക്കും എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പുറത്ത് തിരുവമ്പാടിയിലേക്ക് ഈ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അൻവർ ചെന്ന് ചാടാൻ പോകുന്നു. അൻവറിന് ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൽ അൻവറിന് എപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങാം? നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങാം. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തരക്കേടില്ലാത്ത ഒരു ഫോർമുലയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനകത്ത് നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ UDF അങ്ങനെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ വല്ലാതെ വഴങ്ങി എന്നുള്ള തോന്നലില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആത്യന്തികമായി അൻവർ ആരാണ്? കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാം ഒരു പൊട്ടിത്തെറിയലിലൂടെ, അല്ലെങ്കിൽ പരസ്പരമുള്ള അങ്ങേയറ്റത്തെ ചീത്തവിളിയിലൂടെ ഒക്കെ അവസാനം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുന്നതാണ്. അതായത് നാളത്തേക്ക് PV അൻവർ ഈ നിലപാട് മാറ്റിയിട്ട് പെട്ടെന്നുണ്ടായ ബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കുഴപ്പമാക്കിയിട്ടില്ലെങ്കിൽ ഹർഷം പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് വലിയ നേട്ടം ഉണ്ടാകും. ഇപ്പോൾ എതിർക്കുന്ന VD സതീശനും അദ്ദേഹം കൂടെ കെട്ടിപ്പിടിക്കുന്നതും കൈ കൊടുക്കുന്നതും VT ബൽറാമും അദ്ദേഹം ഒന്നിച്ച് നിന്നിട്ട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ ദൃശ്യങ്ങൾ വരുന്നത് വളരെ സന്തോഷമായി ഒരുമിച്ച് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും ഉണ്ടാവും. UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക് എന്നതായിരുന്നു ഇന്ന് ന്യൂസ് മലയാളത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്ത. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്ന് അൻവറിനോട് മുസ്ലിം ലീഗ് സമ്മതിച്ചെന്നും
ആ ഉറപ്പിൽ കലാപം നിർത്താമെന്ന് അൻവർ പകരം ഉറപ്പ് നൽകിയെന്നും ഇന്ന് ഉച്ചയ്ക്ക് 2:30-ക്ക് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 മണിക്കൂറിനിപ്പുറം ന്യൂസ് മലയാളം നൽകിയ വാർത്ത ശരിയായി ഭവിച്ചിരിക്കുന്നു. പതിവ് പോലെ ഇത് ഞങ്ങൾ തുടരുമെന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു, ആവർത്തിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളവും തുടർന്നും അണുവിട തെറ്റാതെ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ ഇതേവിധം ന്യൂസ് മലയാളം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനീളം കൂടുവിട്ട് കൂടുമാറ്റങ്ങളുടെ തുടർച്ചയായിരുന്നല്ലോ. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ബന്ധുക്കളും ശത്രുക്കളും ഇല്ലെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി വരെ യാതൊരു വിജയസാധ്യതയും ഇല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇനി ഒരുപക്ഷെ നാളെ അൻവർ പ്രചാരണത്തിനിറങ്ങിയാൽ എന്തെല്ലാമാണ് സംസാരിക്കാൻ പോവുകയെന്ന് കേൾക്കാനും RDXന് കൗതുകമുണ്ട്. തീർച്ചയായും പ്രേക്ഷകർക്കും കൗതുകം ഉണ്ടാവും.